എന്റെ തലപ്പൊരു കുട്ടികളോ ആ കാനൽക്ക് വേണട്ടാ. താഴ്ചയുടെ കൂടെ ഇതിൽ ചൂണ്ട മീൻ കിട്ടും. ഇതിൽ ചൂണ്ട വയ്ക്കാലോ നമുക്ക്. ഇതിനുള്ളിൽ വില ഉണ്ടാവുകയായിരിക്കല്ലേ? താഴ്ച നോക്കിയാലോ, ചൂണ്ടയിലേക്ക് നോക്കിയാലോ. ഹലോ, തല നല്ല കുത്തിത്തിയടോ. ആ മൂലക്കലുണ്ടായിട്ട് എന്റെ തല കുത്തിരി കളിങ്ങിയത്. എന്റെ തല അടിച്ചിട്ട് കളിങ്ങിയതാ. നല്ല തല കളിക്കി, തല കടപ്പളക്കി. അതിലൊരു ചൂണ്ടിട്ട് നോക്കിയതാ. നീ വീഴുന്നില്ല, നിനക്ക് നീ എന്താ അറിയോ? ഇല്ലല്ലോ. എന്താ സാഹസികതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് പോരെ. കാരണം എന്താ അറിയോ, നീ അതിൽ വീണെന്ന് വിചാരിച്ചോ? നിനക്ക് നീ എന്താ അറിയോടാ? ഓ മൈ ഗോഡ്, ഡൈവിംഗ് മാസ്റ്റർ നമ്മളെ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അയണി തടി വെച്ച് നീന്തി അവിടെ എത്തുമ്പോഴത്തേന് നമ്മള് പൊങ്ങിപ്പോവും. സ്വിമ്മിംഗ് പൂളിൽ നീന്തി പരിചയമുള്ളൂ. ഇവന് നീന്താ അറിയട്ടാ. നിനക്കറിയില്ലേ? എന്നാ പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് പോകണ്ട. ഇതെന്താ സാധനം? ഇത് പൈപ്പ് അല്ലേ? എന്തിന്റെ പൈപ്പല്ലേ? ഇവിടുന്ന് ഇതിലേക്ക് വെള്ളം അടിച്ചാണ്. പൈസ ഡൈവിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് നീന്തല്. ഇവനെ പ്രതീക്ഷിച്ചാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. എന്താവുന്നുള്ള പ്രശ്നം. അടാ ഈ വരുമ്പോ അങ്ങോട്ട് പോവോ? പോയോക്കിയല്ലോ, പോയോക്കിയല്ലോ. റോഡാണത്. ആ മരം വരെ കാണുന്നുണ്ട്. റോഡാണ്. ഫൈസാൻ, ഞാനെങ്ങാനും വെള്ളത്തിൽ വീഴാണ്. ഇതിന്റെ ഇപ്പുറം കാണണില്ലേ? മീനുണ്ടോ? ഇടത് വരട്. ഇവിടെ അല്ലേ? ഇത് റോഡാണ്. ഇതിന്റെ ആ കാണുന്നതില്ലേ, അത് വലിയ കനാലാണ്. ആ കനാലിൽ നിന്ന് വെള്ളമാണ് ആ ടാങ്കിലേക്ക് പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് അപ്പുറത്തെ മെയിൻ കനാലിലേക്ക് പോകും. പക്ഷെ ഇവിടുന്ന് ഈ വഴി ഇത് നമ്മളെ കാറ് നിർത്തിക്കണേ. കാറ് നിർത്തിക്കണ ഭാഗമല്ലേ? കാറ് നിർത്തിക്കണ ഈ ഒരു റോഡ് നേരെ ഇങ്ങനെ വന്നിട്ട് ആ മരത്തിൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷെ അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ മുട്ടുകാല് വരെ വെള്ളമുണ്ട്. നടന്നു നോക്കി നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകുന്നല്ലേ. ചെറിയ ചൂണ്ടിട്ടോ. ഇത് ഈ വണ്ടിയില്ലേ, ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഈ വഴിയില്ലേ, പാച്ചോ കേട്ടോ. ഈ റോഡ് നമ്മൾ നേരെ ഇവിടുന്ന് അങ്ങോട്ട് എത്ര മീറ്റർ ഉണ്ടാവും ആ മരത്തിനോടക്ക്? 50 മീറ്റർ ഉണ്ടാവും. ഫുള്ള് വെള്ളം നിറഞ്ഞെടുക്കണ്ടാവും. 50 മീറ്റർ. ഇത് ഇവന് ഒറ്റക്ക് നടന്നു പോകുന്ന പറയുന്നത്. പോവാണെന്നുണ്ടെങ്കിൽ ഇവന് വയർ നിറച്ച് ബർഗറാണ്. നടന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് ഫുള്ള് ബർഗർ വാങ്ങിയത്. നമ്മളെ കൂടുന്ന അവിടെ പോകണം. അവിടെ എന്താ സംഭവം എന്നുള്ള പോയി നോക്കിയില്ല. നല്ല താഴ്ച ഉണ്ടാ. താഴ്ചയുള്ള ഭാഗമാണ്. മഴ പെയ്യ. അതെ, ഇവിടെ നീന്താൻ അറിയുന്നതാണ് പറഞ്ഞത്. ഇവിടെ നീന്താൻ അറിയുന്നത് നമുക്കറിയില്ല. പക്ഷെ നമ്മളിതിൻ്റെ നേരെ വഴിയുണ്ടല്ലോ, നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞ കളർ കാണില്ലേ? ഈ മഞ്ഞ കളർ കാണുന്നതാണ് ചേരലിട്ട ഭാഗം. അപ്പം അത് ആ ചേരലിട്ട ഭാഗം നേരെ അങ്ങോട്ട് പോവുക. ആ മഴ പെയ്ത ഫുള്ള് നനയും കേട്ടോ. നീ വരുന്നുണ്ടാ? നിന്റെ ഉമ്മ കാണണ്ട. ഞാൻ നിന്നെ കൊണ്ടുപോയിട്ട് ഇമ്മാതിരി കുർത്തക്കേടൊക്കെ ചേച്ചി എന്ന് പറയുന്നു. കൂടെ വെള്ളം കൊണ്ടിട്ട് കാഴ്ച കൂടുതലാ.
ഏ നമുക്ക് വഴി അറിയില്ല, അതാ പ്രശ്നം. അങ്ങനെ പോകുമ്പോഴേ ഇവിടുന്ന് ഒരു 50 മീറ്റർ കൂടെ ഉള്ളൂ, പക്ഷെ വഴി അറിയണില്ല. എന്ത് ചെയ്യും? ചലഞ്ചിൽ ചെക്ക് ചെയ്താലോ? ഏ അല്ലടാ, അവിടെ ഭയങ്കര താഴ്ച കൂടുതല. പൈസാരേടാ, ഇവിടെ എത്തുമ്പോഴത്തേനും മുട്ടിന് മുകളിൽ വെള്ളമായി. നോക്കിയേ, മുട്ടിന് മുകളിൽ വെള്ളമായി ഇവിടെ എത്തുമ്പോഴത്തേനും. നീന്താൻ അറിയില്ലല്ലോ. നീന്താൻ അറിയണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എത്ര ദൂരം വന്നിട്ടാ, ഒരു 10-40 മിനിറ്റ് അപ്പുറം വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എളുപ്പമല്ല, നമുക്ക് വഴി അറിയില്ല, അതാ പ്രശ്നം. ഇവിടുന്ന് കൊണ്ട് വെള്ളം ഏതാണ് കനാൽ ഏതാണെന്ന് അറിയണില്ല. ആയതിനാൽ ഞങ്ങളുടെ ടാസ്ക് മതിയാക്കി ആ സ്പോട്ടില്ലേ, ഈ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാന്ന് പറഞ്ഞത്, അവിടെ ആ മരത്തിൻ്റെ അടിയിലേക്ക്. പക്ഷെ ആ മരത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ വെള്ളം കണ്ടില്ലേ, വെള്ളത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ മഞ്ഞ കളറില്ലേ, ഈ മഞ്ഞ കളർ നേരെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. പക്ഷേ ഈ കാണുന്ന ഭാഗമല്ലേ, ഇത് കനാലാണ്, ഇത് തോടാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കൂടെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുല്ലിൻ്റെ ഈ ഒരു അളവുണ്ട്, പക്ഷെ നമുക്ക് അറിയാത്ത വഴിയാൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇത് നേരെ പോകണത് കണ്ണോത്ത് ഭാഗത്ത് കേട്ടോ, കണ്ണോത്ത് ഭാഗത്ത് കണ്ട് നേരെ പോയിട്ട് കയറുക. സംഭവം നല്ല രസമാണ്. നീന്തലൊക്കെ അറിയുന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയാണ്. നീന്തൽ അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പരിപാടിക്ക് നിൽക്കണ്ടെങ്കിലേ അറിയാം. എന്താണോ മീൻ കിട്ടിയാ? 1/2 കിലോ ചെമ്മീൻ കൊണ്ടുപോയിട്ട് ഫുള്ള് ഇതാണ് നമ്മളെ പാടത്തെ ജനറേറ്റർ റൂം. ഈ ജനറേറ്റർ റൂമിൽ നിന്ന് ഇവിടുന്ന് വെള്ളം ഈ വരുന്ന കനാലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് മെയിൻ കനാലിലേക്ക് അടിക്കണ സ്ഥലമാണത്. എന്താ മുത്തവെല്ലാം ഉണ്ടാ ചെമ്മീന് മറ്റേ ഈ ചെറിയ ചൂണ്ടിട്ടേക്കണ്, വലുതിട്ടേക്കണ്. വലുതിട്ട് കാര്യം കിട്ടില്ല. കൊത്തിയാ എൻ്റെ വാലിയൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച് മീൻ കൊത്തിരി വലിക്കണത്. എവിടെ അങ്ങോട്ട് പോ. നമ്മൾ വീണ്ടും പാടത്തിൽ കടങ്ങിയിരിക്കുകയാണ്. നല്ല ഗംഭീര മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, മഴ നിൽക്കണില്ല, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, നല്ല അടിപൊളി വെള്ളമാണ്. നല്ല സൂപ്പർ വെള്ളം, മഴ പെയ്തിട്ടുള്ള നല്ല അടിപൊളി വെള്ളം. വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്, നല്ല കുളിക്കാൻ പറ്റിയ സ്പോട്ടാ. ഇവിടെ ഒന്നും വലിയ താഴ്ചയില്ല കേട്ടോ, ഇവിടെയൊക്കെ ഒരു മുട്ടിനൊപ്പം വെള്ളമുള്ളൂ. പിന്നെ ഇത് പാടാണ്, പിന്നെ മഴ പെയ്തപ്പോൾ നല്ല വെള്ളമായതുകൊണ്ട് കുളിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ആരെയിലൊക്കെ ഒരാൾ നീന്തൽ അറിയുന്ന ആൾ വേണം. ഉപ്പുകളൊന്നുമില്ല, നല്ല അടിപൊളി വെള്ളമാണ്. മഴ പെയ്താരണേ ഉപ്പൊന്നുമില്ല, നല്ല സൂപ്പർ വെള്ളം. നമ്മൾ കണ്ടല്ലേ, കുളിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ്. ഞാനാണെങ്കിൽ തോർത്തുമുണ്ടൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ ഒന്ന് വൈകിട്ട് നമ്മൾ വീണ്ടും വരും. തോർത്തുമുണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു അർമാന്തിച്ച് ഒരു കുളി പാസ്സാക്കിയിട്ടാണ് ഇവിടുന്ന് പോകാൻ. നല്ല വെള്ളം കേട്ടോ, ഉപ്പൊന്നുമില്ല.
അവൻ എന്തോ കാര്യമായിട്ട് തപ്പണുണ്ട്, എന്താണെന്നറിയില്ല. ഇടിയാ അവനെ വരുന്ന വഴിക്ക് മീൻ അങ്ങനെ പിടിച്ച് തലകുത്തി മറിച്ചില്ലാതുകൊണ്ട് വന്നതാണ്. ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി മഴ. നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഇവിടെ നിന്നാണ് പോകാനുള്ളത്. ഇവിടെ പോയി നോക്കാം. അപ്പോൾ അഥവാ നനയാണെങ്കിൽ തിരിച്ചുകൊണ്ട് പോന്നാൽ പോരെ. ഓടെ ധൈര്യം വേണടാ. ചെളിയില്ലേ ചേരലടിച്ചേരണേ. ചേരൽ ചില ഭാഗത്ത് ചവിട്ടുമ്പോൾ ചേരൽ താന്നുകൊണ്ട് ചെരുപ്പങ്ങാനും താന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അടിപൊളി വെള്ളം. നല്ല കുളിക്കാൻ പറ്റിയ വെള്ളമാണ്. ഈ സ്പോട്ട് എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടില്ലേ ഇത് കണ്ണോത്തുപാടല്ലേ. കണ്ണോത്തുപാടെന്ന് പറയുന്നത് ആ ഭാഗത്താണ് കണ്ണോത്തുപാടം വരുന്നത്. വെങ്കിടങ്ങിൽ നിന്ന് കണ്ണൂത്തേക്ക് വരുന്ന വഴിയുണ്ട്. ആ വഴി വന്നു കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ബണ്ടുണ്ട്. ആ ബണ്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം അടിക്കണ മോട്ടറിൻ്റെ ഈ കാണുന്നത് നമ്മളെ പാടത്തേക്ക് വെള്ളം അടിച്ച് വരുന്ന മോട്ടറിന് ഉള്ള ഒരു സംഭവം. അപ്പം അതിൻ്റെ അടുത്ത് നല്ല കുളിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വലിയ താഴ്ചയൊന്നുമില്ല, അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഒരു താഴ്ച പോലെ ഇത് ഈ തോട്ടിന്നില്ലേ, ഈ തോട്ടിന്ന് വെള്ളം അപ്പുറത്തെ പാടത്തേക്ക് വിടാനുള്ള കാനാണിത്. പക്ഷെ തീരെ മീനില്ലല്ലേ. ചെമ്മീനൊന്നും ഇട്ട് കഴിക്കണില്ല, കൊത്തൊന്നുമില്ല. നമ്മളെ വണ്ടി നിൽക്കണക്ക് നീ ഇതടി കൊണ്ടുപോയല്ലോടാ. വലിക്ക്. ചെമ്മീൻ ഈ ജനറേറ്റർ റൂമില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് കാണിച്ചു തരാട്ടാ. സംഭവം കാണിച്ചു തരാം. ഫുള്ള് കാനാണ്. ഈ സാധനത്തുമ്പോൾ നമ്മളെ തലൊരു പെട്ടപ്പെടച്ച് കൊണ്ടുപോയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നേരെ വന്നിട്ട് തല വന്നിട്ട് കലക്കി എന്തോ ഭാഗ്യത്തിന് പൊളിഞ്ഞില്ല. കാക്ക തുരുമ്പിടിച്ച് നടന്ന് ആശി കിടക്കുക. ഇവിടെ വന്നിട്ട് ഈ പൈപ്പ് മുതൽ ഇങ്ങനെ ഇരിക്കുക. എണ്ണം കുറഞ്ഞ നോക്കണോട്ടാ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇടുന്ന ഓട്ടം ഉണ്ടായിക്കോട്ടോ. കുറേ നേരം വെള്ളത്തിൽ നിന്ന് ഈ പൈപ്പില്ലേ ഇതൊരു അത്യാവശ്യം നല്ല വണ്ണമുള്ള പൈപ്പാണ്. ഇതിന് ഈ കണ്ടത്തിൽ നിന്നുള്ള വെള്ളം മൊത്തം ഈ പൈപ്പ് വഴി ഈ റൂമിനുള്ളിൽ ജനറേറ്റർ ഉണ്ട്. വലിയ ജനറേറ്റർ വെച്ച് അടിച്ചിട്ട് ഈ പൈപ്പ് വഴി ഈ കനാലിൻ്റെ അടിയിൽ കൂടും. അപ്പോൾ ഈ കനാലിൽ നിന്ന് അപ്പുറത്തെ മെയിൻ കനാലാണത്. വലിയ തോടാണ്. ആ തോട്ടിക്ക് പോകും. ഈ കാണുന്ന ഇതിൻ്റെ അടിഭാഗം നോക്കി, ഇതിൻ്റെ അടിയിൽ നിന്ന് സാധനം അടിച്ച് കയറ്റും. അടിച്ച് കയറ്റിയിട്ട് ഈ തോട്ടിലത്തെ ഈ കംപ്ലീറ്റ് ഈ തോട്ടിലത്തെ ഫുള്ള് വെള്ളം അടിച്ചിട്ട് മെയിനായിട്ടുള്ള ഈ കനാലിലേക്ക് പോണ പൈപ്പാണത്. പൈപ്പിൻ്റെ സൈസ് ഉണ്ടോ? അതിന് വണ്ണം കണ്ട ഗംഭീര സാധനം. വയറും കാര്യങ്ങളും ജനറേറ്ററൊക്കെ ഇതിനകത്ത്. അതിൻ്റെ അകത്ത് വലിയ ജനറേറ്റർ റൂമുണ്ട്. ആ ജനറേറ്റർ റൂമിലേക്ക് ഇവിടുന്ന് വെള്ളം മൊത്തം ഈ പാടത്തിലെ ഈ മൊത്തം വെള്ളം പാടത്ത് വെള്ളം വറ്റിക്കുന്ന ടൈമിൽ ഈ ജനറേറ്റർ വെച്ചിട്ട് അടിച്ചിട്ട് നേരെ ഈ പൈപ്പ് ഇങ്ങനെ പോകും. ഈ പൈപ്പ് ഇങ്ങനെ വഴി വന്നിട്ട് നേരെ ഈ കനാലിലേക്ക് അടിച്ചു.
ഉണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ ജനറേറ്റർ റൂം. ഇവിടുന്ന് സ്റ്റെപ്പും എല്ലാം ഇറങ്ങിയിട്ട് പോവുക. ഈ ജനറേറ്ററില്ലേ, ഈ ജനറേറ്ററിൻ്റെ ഈ പൈപ്പ് വഴി വെള്ളം ഈ കനാലിലേക്ക് ഇടും. ഇവിടുന്ന് നേരെ അതുവഴി മെയിൻ കനാലിലോട്ട് പോകും. ഇതാണ് ജനറേറ്റർ റൂമിൻ്റെ ഉൾഭാഗം. അതിനുള്ളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ല. പഴയ പൊളിഞ്ഞെടുക്കുന്ന പോലത്തെ ഒരു ബിൽഡിങ്ങാണ്, പക്ഷേ സംഭവം ഉപയോഗതാണ്. ബൾബൊക്കെ ഉണ്ട്. ഈ പടി നമ്മൾ ഇറങ്ങി വരും. ഈ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് നമുക്ക് റൂട്ടിൽ നിന്ന് കണ്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. ഇത് നേരെ കണ്ട് ഇറങ്ങി വരിക. ഇത് നേരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ സ്ഥലം കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശം കേട്ടോ, ജനറേറ്റർ റൂമിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെ അത്യാവശ്യം താഴ്ചയുണ്ട്. നമ്മൾക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങാളെ താഴ്ചയുണ്ട്. നമ്മൾ ഇറങ്ങണമെന്നില്ല, പക്ഷെ എൻ്റെ ബാക്ക് വശം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഫുള്ള് ഇലക്ട്രിക്കും ഇതായിരുന്നു. ഇവിടെ ഈ മീൻ വലക്കാരുണ്ടല്ലോ, വല വീശി പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഗംഭീര സ്പോട്ടാട്ടോ, അടിപൊളി സ്ഥലം. ഇത് ജനറേറ്റർ റൂമിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഈ വഴി ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നത്, നമ്മളിങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകും. സ്ലിപ്പ് ആവാണ്ട് കടന്ന് കിട്ടിയാൽ അടിപൊളിയാണ്. അതിൻ്റെ ഉൾഭാഗം ഒന്നും കാണില്ല കേട്ടോ, ഒക്കെ മറച്ചിട്ടുണ്ട്. ഈ എലി സാധനങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ വയറ് കട്ട് ചെയ്തിരുന്ന കാരണം. എങ്ങനെ ഇവിടെ നമ്മൾ കിടക്കും? ഇതിൻ്റെ എന്ത് ഷട്ടർ, ഇതെന്താ സംഭവം? ഷട്ടർ, ഇത് ജനറേറ്ററിൻ്റെ എന്തോ ഷട്ടർ തോന്നുന്നത്, ഫുള്ള് വുഡിൻ്റെതാണ്. ഇതെന്ത് സംഭവം? ഷട്ടറാവും അല്ലേ? ആ ആ ആ ആ ഇപ്പം തന്നെ വെള്ളത്തിൽ പോയെന്നെ, വെള്ളത്തിൽ പോകണോട്ടാ. ഈ വെള്ളത്തിൻ്റെ ഷട്ടർ തോന്നുന്നുണ്ട് അടിഭാഗത്തിരുന്നേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണില്ല. ഇതിനുള്ളിൽ കംപ്ലീറ്റ് എന്തൊക്കെയോ ഉണ്ട്. ആ ജനറേറ്റർ തന്നെയാണ് കണ്ട. ഇതിൽ കാണാൻ പറ്റുമോ? ആ ഇത്ര ക്ലിയറിൽ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെ റൂം അവിടെ വഴിക്കണം കേട്ടോ. വഴിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആനപ്പുറത്തേക്ക് നേരെ വെള്ളത്തിക്കണ്ട് വീഴും. ദൈവം ഇതുപോലെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവണം. പോലെ പോ. ഇതിപ്പോൾ നമ്മൾ പോയിട്ട് വൈകിട്ട് നമ്മൾ തോർത്തുമുണ്ടൊക്കെ ആയിട്ട് വരും. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഒരു അറമാന്തിച്ച് ഒരു കുളി ഇവിടെ കുളിക്കും. നല്ല മഴ കാരണം കുളിക്കാൻ അടിപൊളിയാണ്, നല്ല വൈബിലൊരു കുളി. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറി പോകാനുള്ള പരിപാടിയാണ്. എടുത്ത് കയറണം വണ്ടിയിൽ. ഭംഗിയുണ്ടല്ലേ കാണാൻ? ഏതോ കാലത്ത് വണ്ടിയിൽ കയറുന്ന സാധനമൊന്നുമുണ്ട്. പോലെ പോ എങ്കിൽ കയറിക്കോളൂ. കല്യാണം വണ്ടി അത്.
കല്യാണക്കാരാണ്. പോലെ ഹലോ. അത് മീന് പിടിക്കാൻ വേണ്ടിട്ട് വന്ന, പക്ഷെ മീനൊന്നും കിട്ടിയില്ല. നമ്മളെ മറ്റേ സാധനം നല്ല രസമാണ് കാണാനുണ്ട്. ഇവിടെ അന്ന് മറ്റേ വണ്ടിയിൽ ഫാമിലി വന്നിട്ട് വണ്ടി വളച്ചപ്പോ കാനകളിൽ പോയി മരണപ്പെട്ടു. നോക്കാണ്ട് വളച്ചിട്ടേ നേരെ വണ്ടി ബാക്കി പോയി. വണ്ടി മുങ്ങിയത് ഞാൻ കണ്ട്. ഗ്ലാസ് ഇറക്കിയിട്ടില്ലേ? കൊടുത്തില്ലേ? ബ്രാല് കിട്ടുന്നൊക്കെ കൊണ്ടാണ് മേടിച്ച്. ബ്രാലൊന്നും കിട്ടുന്നുണ്ട്. ഇതിന്റെ കണ്ണം കുറഞ്ഞ ടങ്കീസില്ലേ, അത് വേണം. ഈ സാധനം ഒന്ന് മുല്ലശ്ശേരിന്ന് വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ അയാൾ പറഞ്ഞത് ഭയങ്കര സംഭവമൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. താലിപ്പൊളി ടങ്കീസ് കണ്ട, ബ്രാലിനെ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചിട്ടേ. ബ്രാലിനെ കിട്ടും, മുല്ലശ്ശേരി കടയിൽ പോയിട്ട് മേടിക്കണം. എന്നിട്ട് നമ്മൾ കുളത്തേണ്ടി വരും. ടൈപ്പിനോടാണ് നമ്മളെ പറ്റിച്ചാണ്. അതെ, രണ്ട് മീൻ ഇത് നടു പോയിച്ചേക്കണ്ടേ. എന്തെങ്കിലും കല്ലിൻ്റെ കഷ്ണം എടുത്തോ, ചെറിയൊരു കല്ലിൻ്റെ കഷ്ണം. നമ്മളെ അടുത്ത കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു പൂല കയറിക്കല്ലേ, അപ്പുറത്ത് കനാലും ഉണ്ട് നമുക്ക്. ഇത് വല്ലാത്തൊരു ചടങ്ങാണ് ഈ ടങ്കീസ് എടുത്ത് വടിയുമ്പോൾ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
നമ്മളിപ്പോൾ ഇവിടെ നിന്നൊരു വടി കിട്ടിയപ്പോൾ അതിന്മേൽ ടങ്കീസ് കിട്ടിയിട്ട് നേരെ കിടന്ന കടക്കാരൻ നമ്മളെ പറ്റിച്ച കടക്കാരനെ ആ വലിയ പ്രായം ഇല്ല എന്നാലും വലുതും കൊത്തിയാലോ അല്ലേ പറയാൻ പറ്റില്ല സമയം നമ്മളെ സമയം പോലെ ഗൈസ് മീൻ പിടിക്കാൻ പോകുന്ന ഒരു തിരക്കാണ്. സാധാരണ ഇവിടെയൊക്കെ ചൂണ്ടിക്കഴിയുമ്പോഴേ നല്ലപോലെ മീൻ കിട്ടാറുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നെന്താണ് എത്ര ചൂണ്ടിലും സാധനം കൂടി കൊട്ടുന്നില്ല മോനെ. ഈ കാണുന്നമാരൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചൂണ്ടലിട്ട് കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരട്ടാ ഫുള്ള്. ഇവിടെ എന്തോ വലിയ എന്തോ സംഭവം ഫിഷിങ് നടക്കുന്ന വെച്ചിട്ട് വന്നിക്കാണ് കാറൊക്കെ നിർത്തിയിട്ട്. എക്സ്പോർട്ട് നമ്മളെ ചൂണ്ടലിട്ട് കഴിഞ്ഞാൽ എപ്പോഴും മീൻ ഇപ്പം കൊത്തും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കണം. പക്ഷെ മീൻ കൊത്തൂല. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. വെള്ളം കൂടുതൽ പോലെ തോന്നുന്നു. മറ്റേ ടങ്കീസ് കൊത്തോ? നല്ല കറി വെക്കണ ചെമ്മീനാണ് ഈ പോണേ. ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടല് കഴിഞ്ഞു. കിലോന് 200 രൂപ വിലയുള്ള ചെമ്മീനാണ് ഇപ്പോൾ നമ്മൾ മേടിച്ച് കൊടുത്തിട്ട് മീനിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ സാധനം മീനിന് ഇതൊന്നും താല്പര്യമില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. കുശാലേക്ക് നമ്മൾ ഇത്ര വിലയുള്ള മീൻ ഇട്ട് കൊടുക്കുന്ന കാര്യമില്ല തോന്നുന്നുണ്ട്. ഒന്നും കഴിക്കില്ല. ഇതിനെ അടുത്തതിന് മാത്രമേ ഉണ്ടാവുന്നതായിരിക്കല്ലേ. ഏത് അവിടെ മീൻ കിടന്ന് ചാടുന്നുണ്ട്. എവിടെ? ഇതാ കുമ്പള വന്നില്ല. ചെറിയ പൊടി പൊടി ഫുള്ള് കട്ട് പീസുകളാണല്ലോ. പറ്റിച്ച് ഇതിങ്ങനെ എന്താ കാണിക്കണേ?
അടച്ചോ ഇട്ടിടാങ്ങണ്ട് കറക്റ്റായിട്ട്. നേരെ വന്നിട്ട് നമുക്ക് മീൻ കിട്ടുന്നത്. മറ്റേ കൊടുത്തോടെ കണ്ടുപിടിച്ചോ. നീ ഇറങ്ങണട്ടോ, അവിടെ നല്ല താഴ്ചയുണ്ടോ, ഇറങ്ങണ്ട വെറുതെ. വടിയോടെ വാവ്, അതുമ്മത്തേര കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. അതുമ്മത്തേരേ പിടിച്ചിക്കടാ, അതിങ്ങനെ പിടിച്ചിക്ക്, ഇങ്ങനെ പൊക്കി പിടിച്ചിക്ക്, മീനെ പറ്റിക്ക്. വായന വല്ലാത്ത ചൂണ്ടലായിന്ന് ചൂണ്ട ചെയ്തിട്ട് ആകെ ഉണ്ടായിരുന്നൊരു ചൂണ്ടലും പോയി വടിയും തേക്ക് എടുക്കുന്നത്. ഇവനെന്ത് കാണിക്കുന്നത്? ആ ചൂണ്ടിൽ കൊളുത്തിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പറ്റും നോക്കി നോക്ക്, കിട്ടിയ പോയി. ആ നിന്നോട് ആള് മീൻ കൊത്തുണ്ടോന്ന്. മീൻ പിടിക്കല്ലേ ചേട്ടാ, പോയ ചൂണ്ടൽ തിരിച്ചെടുക്കുക. ഞങ്ങളിതൊരു ചൂണ്ടൽ വെള്ളത്തിൽ വിടുക, തിരിച്ചെടുക്കണത് എങ്ങനെ കാണുന്നത്? വാ, അതൊന്നും എടുത്തന്നില്ലാന്നുണ്ടെങ്കിൽ നീ നടന്നു പോരാട്ടോ വീട്ടിലേക്ക്. ആ പോട്ടെ കിട്ടി മോനെ. പോയ ചൂണ്ടല് നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നു. ഇതിനുള്ളിൽ മീനുണ്ടാവും, ബ്രാലൊക്കെ ഇതിനുള്ളിൽ ഉണ്ടാവും. അവസാന പരീക്ഷണം അതിലിട്, കറക്റ്റ് ഗ്യാപ്പിൽ വീഴണ്ട സാധനം. വെള്ളത്തിൽ വീണ ഇറക്കിട്, താഴത്തേക്ക് ഇറക്കിട്, കറക്റ്റാ ഗ്യാപ്പിൽ ഇട്. നേരെ ഇങ്ങനെ ഇട്ടിട്ടേ ഈ തങ്കി സൂട്ട് കൊടുക്കണോ പിടിച്ച്. അങ്ങനെ അതിലൊരു തീരുമാനമായി. ആ ടങ്കീസ് അവിടെ കുടുങ്ങി. ഈ കാണുന്ന
അതിൽ ടങ്കീസ് നമുക്ക് കൊളുത്തി പിടിച്ച് ഇപ്പം അതെങ്ങനെയും എടുക്കണം. അതിനുള്ള കടമ്പകൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പിടിക്കടാ, എങ്ങനെ എടുക്കും? ഇവിടെ ചൂണ്ടിയാലും പ്രശ്നമാണ്. നമ്മളെ ടങ്കീസ് ഉണ്ട് അവിടെ കുടുങ്ങി ആണോ, ആകെ എടുക്കണം നമ്മളെ ടങ്കീസാണ്, അതവിടെ കുടുങ്ങി. അതെടുക്കണം ഓടിയായിട്ട്. ടങ്കീസ് അവിടെ കുടുങ്ങിയടാ. എടുക്കണം, അവിടെ എടുത്താൽ മതി, വടി കൊണ്ട് മതി. ഇത് പിടി, ഞാൻ തരാം. ഇത് പിടി, ഇത് പിടി. ഇറങ്ങി. അയ്യോ മൊത്തത്തിൽ പോയാ. അയ്യോ ഇരിക്കണ ഇരിപ്പൊക്കെ കണ്ടാൽ ഇപ്പം കണ്ട് കിട്ടുമെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് എങ്ങനെ കാള് വെച്ച നേരെ കുഴിക്കാൻ പോകും. ഓരോരോ അവസ്ഥകൾ. കാലിട്ടാ വടിയുടെ തുമ്പത്ത് എന്തെങ്കിലും ഒരു കൊളുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കടാ. അതില്ലാത്തോണ്ടാണ് നീ പൊക്കുമ്പത് വീണ് പോണത്. ഒരു വിധേന കൊളുത്തി കൊണ്ടൊരു മോണിലേക്ക് എത്തുമ്പോൾ വീണ് പോകും. താഴത്തോട്ട് പോകുന്നതാണ്. ഇറങ്ങി അവിടെ ഇറങ്ങിന്നോ. ഞങ്ങളെ കിട്ടിയാൽ മതി, വീഡിയോ കിട്ടിയത് കുഴപ്പമില്ല. മീൻ പിടിക്കാത്ര ബുദ്ധിമുട്ടില്ലടോ. ഈ ഒരു ടങ്കീസ് എടുക്കാനാണ്. എങ്ങനെ എടുത്തിട്ട് കൊണ്ട് പോരണില്ല. ഇതൊന്ന് കൊളുത്തി കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ട് വലിച്ചാണ്ട് പോരും. കിട്ടി മോനെ, 2 ടങ്കീസും കിട്ടി. പോയത് രണ്ടും അതിസാഹസികമായി ഐക്യു ഉപയോഗിച്ച് ഐക്യു ഇത് വെച്ചിട്ട് 10 മിനിറ്റുള്ളിൽ മീൻ കിട്ടും. ചലഞ്ച്. നല്ല ഗംഭീര മഴ വരുന്നുണ്ടോ മോനെ. അടിപൊളി മഴക്കാറുണ്ട്. അങ്ങനെ 2 ചൂണ്ടൽ എടുക്കലും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഇവിടുത്തെ സ്പോട്ട് മാറ്റാൻ പോകാം. സ്പോട്ട് മാറ്റാം നമുക്ക്. സ്പോട്ട് വരണേക്ക് മീൻപിടുത്തക്കാരെ വരണേക്ക്. കിട്ടിയാവല്ലോ. എന്തൊക്കെയായിരുന്നു പച്ചു, എന്തൊക്കെയായിരുന്നു മീൻപിടുത്തം. മഴ പെയ്യൽ, 1/2 കിലോ ചെമ്മീനും പോയി. നടക്കില്ല. അത് ഇവിടെ മീനില്ല. ഞാൻ അവിടെ വെറുതെ ചെമ്മീട്ടിട്ട് അത് ഇതുവരെ കൊത്തിയിട്ടില്ല. മീനുണ്ടാവില്ല ഇവിടെ. നമുക്ക് അപ്പുറത്ത് പോയാലോ? അപ്പുറത്ത് പോയേക്കാം. എല്ലാ വണ്ടിയിൽ കയറ്റൂ. തിന്നാൻ വല്ല കിട്ടും അവിടെ. തിന്നാൻ വല്ല കിട്ടും. 2 ബർഗറെങ്കിലും വാങ്ങിട്ട് വരാം. മീൻ കിട്ടാൻ ക്ഷീണത്തിന് ഒരു വടിയും കൊണ്ട് വന്നേക്കണോക്കിയ എറിയുമ്പോ പൊട്ടിഞ്ഞു പോവാ. അതെ, 2 ചൂണ്ട പോയാ. സാധാരണ ചൂണ്ടക്കുളത്താണ് എല്ലാവരും ഉപയോഗിക്കുക. ചൂണ്ടക്ക് ഉപയോഗിക്കണ വടിയുടെ കോളം നോക്കി ഇതാണ്. കപ്പട തണ്ടില്ലേ. കഴിഞ്ഞ അവനെ ഇവനുണ്ടല്ലോ കൊണ്ടുവന്ന വടി കണ്ട കൊള്ളിക്കിഴങ്ങിന്റെ തണ്ട് കൊടുത്തിട്ടേ ചൂണ്ടാ വേണ്ടി കൊണ്ടുവന്നുള്ള സാധനമാണ്. ഓരോ ഏറെറിയുമ്പോഴും തണ്ടൊടിഞ്ഞൊടിഞ്ഞു പോവാ. നല്ല ഗംഭീര മഴക്കാറട്ടോ. രക്ഷയില്ലാത്ത മഴ. അടിപൊളി സ്ഥലമല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. തോർത്തുകൊണ്ടൊക്കെ വരാറുണ്ട്.
കുളിച്ചിട്ട് ഓ ഇങ്ങനെ പിടിച്ചേക്കുമ്പോണ്ടല്ലോ പ്ലക്ക് എന്നിട്ട് വെള്ളത്തിൽ കൊണ്ട് വീണു. നല്ല ശരി അടിപൊളി മഴക്കാറോട്ടാ. താണവീതി റോഡ് നമ്മൾ കണ്ട് പെയ്താൽ ഒരു തീരുമാനമായി. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാനാണെങ്കിലും അതുപോലെ അത്യാവശ്യം കുളിച്ചാലും ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ എത്ര കണ്ടാലും എത്ര വന്നിരുന്നാലും വണ്ടി കയറുമ്പോൾ ബോറടി കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മളിവിടെ വന്ന് ഈ സ്ഥലം കണ്ട് ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കുന്ന സ്ഥലമാണ്. ട്രൗസർ ഇടണ്ടായിരുന്നു ചെറുമതിരണ്ട് കയറാം. മഴക്കാർ നമ്മൾ മീൻ കിട്ടാതെ ക്ഷീണത്തിൽ തിരിച്ചു പോകുന്നു അടുത്ത സ്പോട്ടിലേക്ക്. മീൻപിടുത്തക്കാരനൊക്കെ വന്നിട്ട് നേരം ഞാൻ അവിടെ പോവാം. അവിടെ പോയിട്ട് വല്ല ബർഗറാ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ആദ്യം നമ്മളെ വിശപ്പ് മാറ്റിയതിനു ശേഷം ബാക്കിയുള്ള മീനുകൾ നമുക്ക് ചെമ്മീനുകൾക്ക് കൊടുക്കാം. 1 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടാണ് മീനൊക്കെ തിന്നാൻ കൊടുത്തത്. നമ്മളെ വിശപ്പ് ആദ്യം മാറണം. വഴി നോക്കാം. ഫൈസാൻ, മീൻ കിട്ടാതെ ക്ഷീണത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് എന്താ കീരുവണക്ക് ഇതേ പോണു. കേറി അയ്യോ ഇയാളെന്തീ കാണിക്കുന്നത്? ഇയാളെന്തീ കാണിക്കുന്നത്? കാണിക്കണത് സൈഡ് അറിയില്ല ഗൈസ്. ചേട്ടാ സ്വല്പം സൈഡ് തരൂ, ഞങ്ങളൊന്ന് കടന്നു പോട്ടെ. ചേട്ടാ ഒരു 20 റുപ്യക്ക് ചെമ്മീൻ. ആ ചൂണ്ടായി. ഇതിനെത്ര റേറ്റ്? 600 അല്ലേ?